റൂമൊക്കെ ബുക്ക് ചെയ്ത് വന്നാൽ ഇതുപോലൊക്കെ കിടക്കാൻ ക്വിസ്. എങ്ങനെയുണ്ടേ നമ്മള് തപസ്സിൽ നിന്നെടുത്ത് എത്തിയിട്ടുണ്ട്. ഹലോ ഗുയ്സ്, വെൽക്കം ബാക്ക് ടു എ വീഡിയോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഭക്തിമാർഗമാണ് ഗുയ്സ്. നമ്മൾ മൂകാംബിക പോവുകയാണ് ഫാമിലി ആയിട്ട്. മൂകാംബികയ്ക്കൊരു ദർശനത്തിന് പോവുകയാണ് ഗുയ്സ്. കുറേ നാളായിട്ട് വീട്ടിലിങ്ങനെ പറയുന്നു പോകണം എന്ന്. ഇപ്പോഴാണ് സൗകര്യമില്ല ഒത്തുവന്നത്. നമ്മളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം നാട്ടിലില്ല ഗുയ്സ്. തിരുവോണം ഇന്നലെ കഴിച്ചു. തിരുവോണം കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം നേരെ മൂകാംബികയ്ക്ക് പോവാം. ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് നേരെ വീണ്ടും ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ പോകും ഗുയ്സ്. പോകെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്കിനിയും റെയിൽവേ സ്റ്റേഷനിൽ പോകാം. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം 11:10. നമ്മൾ പോകുന്നത് നേത്രാവതി എക്സ്പ്രസ്. നമ്മളിപ്പോൾ ചെല്ലുന്നത് ബൈണ്ടൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളൂരെന്നാണ് പറഞ്ഞത്. ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെയിലി സർവീസ് ഉള്ള ട്രെയിനാണ്. എല്ലാ ദിവസവും ട്രിവാൻഡ്രം തൊട്ട് നെറ്റം വരെ പോകുന്നൊരു ട്രെയിനാണ് ബേസ് ചെയ്ത്. അപ്പം മൂകാംബികയിൽ പോകുന്നവർക്ക് ഈ ട്രെയിൻ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മലയാളികളെ അറിയാലോ, എല്ലാം പോസിറ്റിവിറ്റി കൊണ്ടുപോകുന്നൊരു ശീലം. അത് നമ്മളും മാറ്റി വെച്ചില്ല. ഫാമിലി ആയിട്ടല്ലേ പോകുന്നത്. നമ്മളും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് ടൈമിലൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവിടെ കാര്യങ്ങളും എല്ലാവരും രാത്രി ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മൾ എത്തുന്നത് ബൈണ്ടൂരാണെന്ന് പറഞ്ഞു. ബൈണ്ടൂർ സ്റ്റേഷനിൽ 12:30 സംതിങ് അപ്പോൾ എത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വണ്ടി എന്തോ കാര്യത്തിന് ഓഫാക്കിയിട്ടേക്കാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കപ്പോഴത്തേക്ക് ഇപ്പോൾ ടൈം 12:45 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് വേണം താടിക്കൊന്ന് സെറ്റാക്കാനായിട്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒറ്റ പ്ലാറ്റ്ഫോമുള്ള അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്രൗഡ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തേന് അതുപോലെ തിരക്കും കാണുമായിരിക്കും. സീസൺ ടൈം ആയതുകൊണ്ട് നമ്മൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണോ ഗൈസ് വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പണി കിട്ടി. അങ്ങോട്ട് ടാക്സി സർവീസ് മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. നമ്മളുടെ വെളുപ്പിന് വന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ടാക്സി സർവീസ് മാത്രമേ ഉള്ളായിരുന്നു. സമയം 12:58. അങ്ങനെ നമ്മളവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞെത്തപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. കുറച്ച് നേരം സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ട്രെയിന് നിർത്തിയിടാനായിട്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പ്ലാന്റ് ഒരു വണ്ടി വിളിച്ച് ഗൈസ്. എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടി 11 പേരുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വിളിച്ചു. അതിനായി ഗൈസ് 1200 രൂപ. ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് പൈസ കിട്ടി. നമ്മൾ നേരെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടുന്ന് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളൊരു 2:30-3 മണിയൊക്കെ ആയപ്പം ഇവിടെ അമ്പലത്തിൽ എത്തിച്ചേർന്ന്. ഒരു ചെറിയ പണി കിട്ടി. നമ്മൾ മീൻസ് റൂമൊന്നും ബുക്ക് ചെയ്യാതെ വന്നത്. ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഒരു 6-7 എടുത്ത് പോയി. 7 എടുത്തും റൂമൊന്നും ഇല്ല. എല്ലാം ഹൗസ് ഫുള്ളെന്ന് എഴുതി വെച്ചേക്കുക. പിന്നെ ഞങ്ങളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗീസ് റൂം കിട്ടുന്നവരെ. റൂമൊക്കെ ബുക്ക് ചെയ്ത് വന്നാൽ ഇതുപോലൊക്കെ കിടക്കാൻ ഗീസ്. ഇവിടെ എല്ലാവരും ഉണ്ട് ആൾക്കാർ. ഒരു റൂം കിട്ടി. നമ്മൾ ഫ്രഷ് ചെയ്ത് രാവിലെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഗീസ്. നല്ല തിരക്കാണ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമുക്കങ്ങനെ ദർശനം കിട്ടിയിട്ടുണ്ട്. നല്ലോണം നിന്ന് തൊഴുതിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാണ് സരസ്വതി പീഠം. അതാണ് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് അക്ഷരങ്ങളൊക്കെ എഴുതിക്കുന്നത്. അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ കൗണ്ടർ, സീറ്റ് കൗണ്ടറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്.
അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ കൗണ്ടർ കാണാൻ മേടിക്കുന്നത് എല്ലാം തൊട്ടപ്പുറത്തായിട്ടാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നിന്ന് കറങ്ങി കണ്ട് നമ്മൾ നേരെ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. ജീപ്പ് കിട്ടിയത് ഒരു വലിയ കഥയാണ്. കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. കുടജാദ്രി നമ്മൾ പോകാനൊരുങ്ങി ഒരു 11:30 മണിയായപ്പോഴാണ് നമ്മൾ ജീപ്പ് സ്റ്റാൻഡ് എത്തിയത്. ആ സമയത്ത് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ജീപ്പ് പോലും ഇല്ലായിരുന്നു. അതായത് ഇവർ പോയിട്ട് തിരിച്ചു വരുന്ന ജീപ്പിൽ വേണം സെക്കൻഡ് ട്രിപ്പായിട്ട് നമ്മൾ പോകാൻ വേണ്ടി. അപ്പോൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് ഓരോ ജീപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെറു കാര്യങ്ങൾ അവരോട് പറയും, നമ്മൾ ഇത്ര പേരുണ്ട്, ഇത്ര പേരോട് പോകുന്നുണ്ടെന്ന് പറയുന്നു. അതിനുള്ളിൽ ഉള്ള ആൾക്കാരെല്ലാം കഴിഞ്ഞാൽ ചാടി കയറുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്കൊരു ചേട്ടനെ കിട്ടി. പുള്ളി പറഞ്ഞ് 8 പേരും ഒരു കുഞ്ഞും, അതായത് 9 പേർക്കുള്ള പാസ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. അങ്ങനെ നമ്മൾ അതിന് റേറ്റ് വരുന്നത് 470 രൂപ പെർ പേഴ്സൺ. 470 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ റോഡെന്ന് പറഞ്ഞ സാധനമില്ല, ഫുൾ ഓഫ് റോഡ്. എൻ്റെ മോനെ എങ്ങനെയുണ്ടേ എൻജോയ്. അങ്ങനെ പോകുന്ന വഴി അതിമനോഹരമായ കുറച്ച് വ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടാണ് വയസ്സ് പോയത്. സീനറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനറി സൈഡിലൊക്കെ ആയിട്ട്. മുകളിലാണെങ്കിൽ കോട കൂടിയിരിക്കുകയാണ്. നമുക്ക് താഴെ നിന്ന് കയറി പോകുമ്പോഴേ കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു അമ്പലമുണ്ട് ഈ ഫ്രണ്ടിൽ തന്നെ. നമ്മളവിടെ കയറി ജസ്റ്റ് ഒന്ന് തൊഴുത് അവിടെ നേരെ പിന്നെ കയറ്റം കയറാൻ തുടങ്ങി. പിന്നെ നമുക്ക് നടന്നുള്ള കാര്യങ്ങളാണ്. അവിടുന്ന് അവർ പറഞ്ഞത് ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ കാൽനട യാത്രയുണ്ട്. കാൽനട യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടിലൻ യാത്ര. മേപ്പോട്ട് കിടക്കുകയാണ് ഈ കയറ്റം. അത് കല്ലെല്ലാം ഇങ്ങനെ ഇളകിയിരുന്ന റോഡിൽ കൂടെ ഒരു സാധനമായിരുന്നു. എന്തേലും അറിയാമോ അതിനെ കുറിച്ച്? അടുത്ത ഷൈനിയ പറഞ്ഞു. ഷൈനിയ ഈ മലയെ പറ്റി എന്തെങ്കിലും പറയാം. ബാക്കി കിളച്ച് ഫ്രണ്ടിലുള്ള ഒന്നും കാണുന്നില്ല. ഒരു മരം ഇവിടെ കുഞ്ഞിരിക്കുന്നു. പിന്നെ മണ്ടയ്ക്കൊട്ട് കുറച്ച് ഒന്നുമേ കാണില്ല. അറ്റ് ലാസ്റ്റ് നമ്മളെത്തി. കുറച്ച് നടന്നാൽ എന്താ രക്ഷയില്ലാത്ത ക്ലൈമറ്റ്, രക്ഷയില്ലാത്ത ചുറ്റുമൊന്നും കാണുന്നില്ല. നമ്മൾ തപസ്സിന് നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനിയും റൗണ്ട് അടിച്ച് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അതിൻ്റെ അകത്തേക്ക് ഇരുന്ന് അത്യാവശ്യം മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് ഇറങ്ങുക. ഒരു സാധനം കാണുന്നില്ല. അത്യാവശ്യം ചെറിയ മഴയാണോ മഞ്ഞാണോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷെ വെള്ളം വരുന്നുണ്ട്. ഫ്രണ്ടിലൊന്നും കാണുന്നില്ല. തിരിച്ചിറങ്ങാൻ നേരം നമ്മളിങ്ങനെ ഫ്രണ്ട് വന്ന് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ബാക്കിരുന്ന് അത് നമ്മളൊന്ന് അനുഭവിച്ചു. ഇനി ഫ്രണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് വിഷ്വൽസൊക്കെ കിട്ടും എന്നുള്ളൊരു വിചാരത്തിലാണ് ഫ്രണ്ടിൽ വന്നിരുന്നത്.
അപ്പോൾ നമ്മൾ ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച്